ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രി 1 മണിക്ക് മൈസൂരിൽ നിന്ന് നാട്ടിലേക്കുള്ള ഒരു യാത്രയുടെ പകുതിയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഏകദേശം 6 മണിയോടുകൂടി മൈസൂരിൽ നിന്നും നമ്മൾ ബന്ദിപ്പൂർ നാഷണൽ പാർക്കിൻ്റെ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കുന്നതും മൂവ് ആവുന്നതാണ് കണ്ടത്. അപ്പം ഓടിപ്പടഞ്ഞെടുത്ത് വന്ന് ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചു. രാവിലെ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് മൃഗങ്ങളെ സ്പോട്ട് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ബാക്കി എല്ലാം നമ്മളെ ഭാഗ്യം പോലെയാണ്. അപ്പം എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കർണാടകത്തിലെ ചാമരാജനഗർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമായ ബന്ദിപ്പൂർ നാഷണൽ പാർക്കിൽ കൂടെ നീലഗിരി ബയോസ്ഫിയർ റിസർവിൽപ്പെട്ട ഒരു മേഖലയാണ് ഇത്. 1974 ദേശീയോദ്യാനമായിട്ട് ഈ ഒരു സ്ഥലത്തിന് പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കടുവകളുള്ള രണ്ടാമത്തെ ഏരിയ ആണ് ഈ ഒരു ഏരിയ. ഇതിൽ രാത്രി 9 മണി മുതൽ രാവിലെ 6 മണി വരെ ഗതാഗതം പൂർണ്ണമായിട്ട് നിരോധിച്ചിട്ടുണ്ട്. അപ്പം ഗുണ്ടൽപേട്ട് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ചെക്ക് പോസ്റ്റും പിന്നെ നമുക്ക് അവിടെ കേരളത്തിലുള്ളൊരു ചെക്ക് പോസ്റ്റുമാണ്. അത് രണ്ടും ക്ലോസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് രാത്രി ഇതിൽ 9 മണിക്ക് ശേഷം ഇതിൽ യാത്ര ചെയ്യാൻ പറ്റില്ല. ഇതിൽ ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ കൂടെ ഒരുപാട് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്നും കണ്ടിട്ടുണ്ട്, മൃഗങ്ങളെ കണ്ടിട്ടുണ്ട്. ബാക്കിയൊക്കെ നമ്മളെ ഭാഗ്യമാണ്. നമ്മൾ കാണും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുള്ളത്. നല്ല മൃഗങ്ങളൊക്കെ ഉള്ള ഏരിയയാണ്. അത്യാവശ്യം മൃഗങ്ങളുള്ള ഒരു ഏരിയ, നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതായത് ഞാൻ മലപ്പുറം ജില്ലയിൽ തിരൂരിനടുത്താണ്. അവിടെ നിന്ന് നമുക്ക് നിയറസ്റ്റ് നല്ല ഒരു റൈഡ് പോകാൻ പറ്റുന്നൊരു ഏരിയ ഈ ഒരു ഏരിയ. ഇത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വയനാട് വഴി ഇങ്ങനെ തിരിച്ച് ഗുണ്ടൽപേട്ട് വന്നിട്ട് അതുവഴി അപ്പുറം നീലഗിരി, ഗൂഡല്ലൂർ, നിലമ്പൂർ വഴി തിരിച്ചിറങ്ങിപ്പോവാം. അത് നല്ലൊരു 1 ഡേ ട്രിപ്പൊക്കെ അടിക്കുന്ന ആൾക്കാർക്ക് ബെറ്റർ ചോയ്സാണ്. ഫാമിലി ആയിട്ടൊക്കെ വരാവുന്ന നല്ലൊരു സ്പോട്ടാണ്. അത്യാവശ്യം ലൈവിൽ നമുക്ക് മൃഗങ്ങളൊക്കെ കാണാനും പറ്റും. പിന്നെ ഏകദേശം നമ്മൾ ഈ ഒരു ഏരിയക്കുള്ളത് ബന്ദിപ്പൂർ നാഷണൽ പാർക്കിന് ഏകദേശം 874 ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിൻ്റെ ഒരു വിസ്തൃതി എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ഏരിയയിൽ ഈ ഒരു സംഭവം ഇതിൽ വ്യാപിച്ച് കിടക്കണം. പിന്നെ പഴയ കാലത്ത് ഈ മൈസൂർ രാജാക്കന്മാരൊക്കെ ഉള്ള സമയത്ത് മൈസൂർ രാജാക്കന്മാരെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ഹണ്ടിങ് ഏരിയ ആയിരുന്നു. അതായത് അന്നൊക്കെ ഇത് വലിയ കാടായിരിക്കും, ഭയങ്കര ഉഷാറായിട്ട് പോകുന്ന കാടൊക്കെ ആയിരിക്കും. അന്ന് അവർ ഇതിനായിട്ട് ഉപയോഗിച്ച അതാ നമുക്ക് അവിടെ ഒരു കാട്ടുപോത്തിനെ കാണാൻ പറ്റിയിട്ടുണ്ട്. കാട്ടുപോത്ത് രാവിലെ എണീറ്റിട്ട് വന്നതാണെന്ന് തോന്നണം. കാട്ടുപോത്ത് ഒറ്റയ്ക്കേ ഉള്ളൂ, ആരും കൂടല്ല. ഇനി നമുക്ക് നോക്കാം, ഒരുപാട് ആൾക്കാരെ കാണാൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കണം.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഏകദേശം 19 കിലോമീറ്ററിൻ്റെ അടുത്ത്, ഏകദേശം 19 കിലോമീറ്റർ തന്നെ നമ്മൾ ബന്ദിപ്പൂർ നാഷണൽ പാർക്കിൽ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മളെ KSRTC, ഞാൻ യാത്ര ചെയ്യുന്നത് KSRTC ഫാസ്റ്റ് പാസഞ്ചറിലാണ്. ഈ റൂട്ടിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് KSRTCകളെ നമുക്ക് കാണാൻ പറ്റും. KSRTCകളെ കാണുമ്പോൾ നമുക്ക് എന്തായാലും ഭയങ്കര ഒരു ത്രില്ലാണ്. പ്രത്യേകിച്ച് പുറത്ത് പോകുന്ന ആൾക്കാരൊക്കെ അറിയാം. നമ്മളെ കർണാടകയിലും മൈസൂരും ഇവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് അവിടെയൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് നമ്മളെ നാട്ടിലത്തെ വണ്ടി കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ്. എന്നിരുന്നാലും നമ്മളെ KSRTC എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ KSRTC ഒരു സംഭവമാണ്. ലോങ് വണ്ടികളൊക്കെ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. പ്രത്യേകിച്ച് സ്വിഫ്റ്റൊക്കെ. ഞാൻ ഒരുപാട് സ്വിഫ്റ്റിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ സ്വിഫ്റ്റിൻ്റെ വീഡിയോസൊക്കെ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് വീഡിയോകൾ നമ്മൾ ഇതേപോലെ ബസ് റൂട്ടുകൾ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ യാത്രേനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ റൂട്ട് അത്യാവശ്യം ബെറ്റർ റൂട്ടാണ്. പിന്നെ രാവിലെ ആയതുകൊണ്ട് നമ്മൾ വിഷ്വൽസൊക്കെ കുറച്ചൊരു മങ്ങലൊക്കെ ഉണ്ട്. എന്നാലും ഉഷാറായിട്ട് ഞാനും വളരെ എക്സൈറ്റഡാണ്. നമുക്ക് ഇനിയും ഇതേപോലെ മൃഗങ്ങളെ എവിടെയെങ്കിലും സ്പോട്ട് ചെയ്യാൻ കിട്ടും എന്ന പ്രതീക്ഷയോടെ തന്നെയാണ് യാത്ര ചെയ്യുന്നത്. പിന്നെ പ്രത്യേകിച്ച് പറയാൻ ഇപ്പം ഇത് കാടാണെന്നുള്ളൊരു ഫീലൊന്നും നമുക്ക് തോന്നണില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏപ്രിൽ കഴിഞ്ഞ് മെയ്യിലൊക്കെയാണ് നമ്മളിത് യാത്ര ചെയ്യുന്നത്. അപ്പോൾ നല്ല ചൂടാണ്, വരൾച്ചയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു കാടിൻ്റെ ഒരു ഫീലൊന്നും തോന്നണില്ല. എന്നാലും കുഴപ്പമില്ല, ഉഷാറാണ്. പിന്നെ രാത്രിയിൽ ഇതിൽ ഒരുപാട് മൃഗങ്ങൾ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് തെളിവായിട്ട് ഒരുപാട് ആനപ്പിണ്ടങ്ങൾ നമ്മൾ റോട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നു. കിടക്കണം. അതുപോലുള്ള സംഭവങ്ങൾ ഈ കൊമ്പും ജില്ലകളൊക്കെ റോട്ടിലേക്ക് വലിച്ചിട്ടതൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ ചിലപ്പം ഫുഡ് എടുക്കുന്ന സമയത്ത് അങ്ങനെ സംഭവിച്ചതായിരിക്കും. എന്നിരുന്നാലും രാത്രികാല യാത്രാ നിരോധനം വന്നത് ഒരുപാട് നന്നായി എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇത്രയും ആനകളും മാനുകളും മൃഗങ്ങളൊക്കെ പാസ് ചെയ്യുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് വണ്ടികളാണെങ്കിലും അറിയാതെ രാത്രിയിലൊക്കെ പെട്ടെന്ന് ക്രോസ് ചെയ്തിട്ട് മൃഗങ്ങൾ ഒരുപാട് ചത്തുപോയിട്ടുണ്ട്, ചാവാൻ ചാൻസ്. അപ്പം അതുകൊണ്ടാണ് രാത്രിയിൽ ഇതിലെ യാത്രാ നിരോധനം വെച്ചിട്ടുള്ളത്. എന്നിരുന്നാലും അത് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇവിടെയൊക്കെ കരിയിച്ച് കളഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കനത്ത വേനലായതുകൊണ്ട് കാട്ടുതീ വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ കരിയിച്ച് കളഞ്ഞിട്ടുള്ളത്. അതും ഈ ഉണങ്ങിയ കാടും ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. നമ്മളെപ്പോഴും പച്ചപ്പും കോടയും ഇതെല്ലാം കാണുന്നത്. അപ്പം എല്ലാത്തിനും എല്ലാ സാധനത്തിനും രണ്ട് വശങ്ങളുണ്ട് എന്ന് പറയുന്നത് പോലെ പ്രകൃതിക്കുമുണ്ട് ഓരോ മാറ്റങ്ങൾ. എന്തായാലും നമ്മൾ വീണ്ടും പ്രതീക്ഷയോടെ തന്നെയാണ് യാത്ര മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പ്രതീക്ഷിക്കാം നല്ല ഏതെങ്കിലും മൃഗത്തെ കാണുമോ. ഇവിടെ ഒരു പാലുണ്ട്, ആ പാലത്തിനടിയിൽ വെള്ളം പോകുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ വെള്ളമൊന്നും പോകുന്നില്ല. പിന്നെ വീണ്ടും നമ്മളൊരു ചിമിട്ടൻ KSRTC പാസ് ചെയ്തു. KSRTC എന്താ ലുക്കിലെ മക്കളെ, ഉഷാറായി. അല്ലാഞ്ഞാലും ഈ മോഡൽ KSRTC കാണാൻ ഭയങ്കര രസമാണ്. അതവിടെ നിന്ന് ഇപ്പോൾ ആ കറവൊന്ന് തിരി കണ്ടല്ലേ, അയവാ ഭയങ്കര ഫീല്. അത്രയും നമ്മൾ ആ വണ്ടിയിൽ ഇരിക്കുമ്പോഴും നമുക്ക് ആ ഒരു ഫീലുണ്ട്. പക്ഷേ അത്രയും വണ്ടി റോഡിൽ അത്രയും ചെരിയുന്നുണ്ടെന്നുള്ളത് ഉള്ളിലിരിക്കണത് നമുക്ക് ഒരിക്കലും ഫീലാവില്ല. പക്ഷെ പുറത്തുനിന്ന് കാണുമ്പോൾ അത് ഭയങ്കര ഒരു രസമാണ്. പ്രത്യേകിച്ച് ഈ റൂട്ടിൽ ഇതേപോലെ ഒരുപാട് കർവുകളുണ്ട്. പിന്നെ ഇതെല്ലാം ഓടിക്കുന്നത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതെല്ലാം ഓടിക്കുന്നത്. ലോങ് ഡ്രൈവ് വണ്ടികളൊക്കെ ഓടിക്കുന്നത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ ഇപ്പം ഞാൻ യാത്ര ചെയ്യുന്ന ബസ്സിൽ അതായത് ഡ്രൈവറും ഉണ്ട്. കണ്ടക്ടർ പ്ലസ് കോ ഡ്രൈവർ അങ്ങനെയാണ്. ഇപ്പോൾ സ്വിഫ്റ്റിലും
എല്ലാത്തിലും അങ്ങനെ വരുന്നത്. അപ്പം ഷെയർ ചെയ്ത് ഓടിക്കുന്നതുകൊണ്ട് നൈറ്റിലെ ഡ്രൈവ് ഒരുപാട് സേഫ്റ്റി ഉള്ളതാണ്. കാരണം ഉറക്കം വരെ ക്ഷീണം വരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ അവർക്കൊന്ന് വിശ്രമിക്കുക, അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതും ഏകദേശം എന്താ പറയുക നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇപ്പോൾ നമുക്ക് ബന്ദിപ്പൂരിനെ കുറിച്ച് പറയാൻ എന്താ ഇപ്പോൾ പറയുക, ബന്ദിപ്പൂർ നമ്മൾ ഒരുപാട് യാത്ര ചെയ്തൊരു ഏരിയയാണ്. ഡീറ്റെയിൽ ആയിട്ട് ബയോളജിക്കലി നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ വിക്കിപീഡിയ ഒക്കെ നോക്കിയിട്ട് നമുക്ക് വെറുതെ ചുമ്മാ പറഞ്ഞു പോവുകയൊക്കെ ചെയ്യാം. പക്ഷേ നമ്മൾ കാണാം, നമ്മൾ ഈ ഒരു വിഷ്വൽസൊക്കെ കാണാം. ഒരുപാട് ഇതിനേക്കാളും ഉപരി കണ്ടിട്ട് നമുക്ക് ഏത് കാര്യം അങ്ങനെയാണല്ലോ, നമ്മൾ കേൾക്കുന്നതിനേക്കാളും നമുക്കൊന്നുകൂടി ഗ്രാസ്പ് ആവുക നമുക്ക് കാണുമ്പോഴും. അപ്പോൾ ദാ വീണ്ടും നമ്മളൊരു സ്വിഫ്റ്റ് അതാ പാസ് ചെയ്യുന്ന ബാംഗ്ലൂരോ മൈസൂരോ പോകുന്ന വണ്ടികളായിരിക്കാം. രാത്രിയിൽ അവിടുന്ന് ഡ്രൈവ് ചെയ്ത് വന്നിട്ട് ചെക്ക് പോസ്റ്റിൽ ലോക്കായി കിടക്കുന്ന വണ്ടികളാണ്. ഇപ്പോൾ നമ്മളൊക്കെ കിടന്ന അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും വണ്ടികൾ ലോക്കായി കിടക്കുന്നുണ്ടാവും. അത് പോകുന്നതാണ് അതൊക്കെ. ബാംഗ്ലൂരായിരിക്കും, ഇല്ല മൈസൂരായിരിക്കും. എന്നിരുന്നാലും നല്ലൊരു രാവിലെ ഒരു പ്രത്യേക വൈബായിരുന്നു. ഇതിൽ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേക ഒരു വൈബുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളാ ഒരു പ്രതീക്ഷ തന്നെയാണ്. നമുക്ക് എന്തെങ്കിലും മൃഗങ്ങളെ സ്പോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വീണ്ടും ഒരു എത്ര രണ്ട് KSRTCകളാണ് ഇപ്പോൾ പാസ് ചെയ്തത്. സത്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് കാണുന്ന സമയത്ത് നമുക്കത് നല്ലതുപോലെ ഫീലാവുന്നുണ്ട് KSRTCകൾ. പിന്നെ എല്ലാം നമ്മളെ KSRTCകളും കളർ പാറ്റേണുകളൊക്കെ ഭയങ്കര രസമാണ്. അതുപോലെ ഒരു ജംഗൽ സഫാരീൻ്റെ വണ്ടിയുണ്ട് സുൽത്താൻ ബത്തേരി, എന്താ രസം. പക്ഷെ കഴുകൂല, അതാണ് വലിയൊരു പ്രശ്നം. നമുക്കുള്ള വണ്ടികളൊക്കെ നല്ല വൃത്തിയുള്ള വണ്ടികളാണ്, പക്ഷെ ഇതെല്ലാം കഴുകാനുള്ളൊരു സെറ്റപ്പ് എല്ലാ ഡിപ്പോകളും. ലോങ് വണ്ടികളെങ്കിലും കഴുകി നല്ല വൃത്തിയിൽ കൊണ്ടു നടക്കാൻ ഉള്ള ഒരു നടപടി കൂടി ചെയ്യണം എന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുറത്ത് പോകുമ്പോൾ ഇപ്പോൾ ബാംഗ്ലൂർ സ്റ്റാൻഡിൽ അവിടെ വരുന്ന ഐരാവതും പിന്നെ അങ്ങനെയുള്ള വണ്ടികളൊക്കെ ലോങ് ഓടുന്ന വണ്ടികളാണ്. പക്ഷെ എന്താണ് വെൽ ക്ലീൻഡായിരിക്കും വണ്ടികളൊക്കെ കാണാൻ. അതുകൊണ്ട് തന്നെ അതൊരു നമുക്കൊരു ലക്ഷറി ഫീലാവും. പക്ഷെ നമ്മളെ വണ്ടികളും അതിനേക്കാളും ഉഷാർ വണ്ടികളൊക്കെ തന്നെയാണ്. നമ്മളെ കയ്യിലിരിക്കുന്ന സ്കാനിയ ബസ്സുകളൊക്കെ ഭയങ്കര ഉഷാർ വണ്ടികളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷെ ഇത് നമ്മൾ ഒരു തുടക്കം എന്നൊരു രീതി തന്നെയാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. KSRTCയിൽ നമുക്കൊരു എന്താ പറയുക, ടിക്കറ്റിൽ ഒരു സഫാരി എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഈ ഒരു വീഡിയോയ്ക്ക് ഉള്ളത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഫീൽ ചെയ്യുന്നതും. കാട്ടിലൂടെ തന്നെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. എന്നിരുന്നാലും കുറച്ചുകൂടി സൂര്യനെ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉഷാറായിട്ട് നമ്മളെ വിഷ്വൽസൊക്കെ ഒന്ന് കാണാമായിരുന്നു. പിന്നെ ഒരുപാട് ഹമ്പുകൾ ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് ഹമ്പുകൾ ചെയ്തിട്ടുണ്ട്. അത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. നോർമലി ഇതിൽ യാത്ര ചെയ്യുന്ന വണ്ടികളാണെങ്കിൽ ഓവർ സ്പീഡ് എടുക്കാതിരിക്കണം. എന്നിരുന്നാലും പ്രൈവറ്റ് വണ്ടികൾ ഓവർ സ്പീഡ് എടുത്ത് പോകുന്നവരുണ്ട്, കാറുകളൊക്കെ. അപ്പം അതും ശ്രദ്ധിക്കുക. പിന്നെ പ്ലാസ്റ്റിക് കാട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കേരളത്തിനും കർണാടകത്തിനും തമിഴ്നാടിനെയും ഈ 3 സ്റ്റേറ്റിനെ ബന്ധിപ്പിക്കുന്ന ഒരു കാർഡ്, ഈ 3 സ്റ്റേറ്റിനെയും കൂടി ഉള്ളൊരു കാർഡാണിത്. അപ്പം അതെല്ലാവർക്കും തുല്യാവകാശം ഇതൊക്കെ ഉള്ളതാണ്. നമ്മളിവിടെ ഉള്ളൊരു എന്താണ് പറയുക, അതിന് ജൈവ വൈവിധ്യം തന്നെ പറയാം. അങ്ങനെയുള്ളൊരു സംഭവം നാശാക്കാതിരിക്കാൻ ഇതിൽ പോകുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ വഴിയോരങ്ങളിൽ വണ്ടി നിർത്തിയിട്ട് ഫോട്ടോ എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർത്തിയിടരുത്. ഇവിടെ എല്ലാം ബോർഡുകൾ വെച്ചിട്ടുണ്ട്, നിർത്തിയിടരുത് എന്നുള്ളതൊക്കെ ബോർഡുകൾ വെച്ചിട്ടുണ്ട്.
അപ്പം അതൊന്നും ശ്രദ്ധിക്കാതെ അങ്ങനെ എന്താ പറയുക, നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് കാര്യങ്ങൾ നടത്തുന്ന കുറച്ച് ആൾക്കാർ, അതൊക്കെ ഓരോ ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ, എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കും. അപകടങ്ങളും ഉണ്ടാക്കും, അതിലുപരി അപകടങ്ങളും ഉണ്ടാക്കും. എന്തായാലും വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുക തന്നെയാണ്.
അങ്ങനെ നമ്മളെ യാത്ര വീണ്ടും തുടരുകയാണ്. ആഹാ, അപ്പോൾ നമ്മൾ ആനകളെ കണ്ടു. അത്യാവശ്യം ആനകൾ അവിടെ ഉണ്ട്. നല്ല ലുക്ക്, രസമുണ്ട്. നല്ല രസമുണ്ട്. ആനകളെ ഇതിൽ പോകുമ്പോൾ ഇതിലും അടുത്ത് നമുക്ക് കാണാൻ പറ്റും. ഇതിലും അടുത്ത് നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലമാണ്. പക്ഷെ അതൊക്കെ നമ്മളെ ഭാഗ്യം പോലെ ഇരിക്കും. ഇതിലെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇതെല്ലാം സൈറ്റ് സീനെല്ലാം കിട്ടുക. ഏതായാലും നല്ല ഉഷാറായിട്ട് തന്നെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കേരളത്തിലേക്ക് എൻ്റർ ചെയ്തപ്പോൾ തന്നെ ചെറുതായിട്ട് കോടൊക്കെ കാണുന്നുണ്ട്. ഈ സമയത്ത് കോട കാണാൻ പറ്റുന്ന വലിയൊരു ഭാഗ്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഏപ്രിൽ അവസാനമൊക്കെ ഇങ്ങനെ കോട ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലിയൊരു ഭാഗ്യം തന്നെയാണ്. എന്തായാലും കാണാൻ ഭയങ്കര ലുക്കായി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലായിട്ടുണ്ട്. കേരള ബോർഡർ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളെ കാടിന് തന്നെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. നല്ല ഉഷാറായിട്ട് ഗ്രീനറി ആയിട്ട് നിൽക്കുന്ന കാടാണ് നമ്മളെ കാട്. അത് നമ്മളെ കേരളത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്നത് തന്നെ ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. എന്തായാലും നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും കമൻറ്റ് ചെയ്യുക. പുറമെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നന്ദി, ഒരുപാട് നന്ദി.
പ്ലാസ്റ്റിക് മാത്രം എടുത്താൽ മതി. അത് ആ മുടിക്കുള്ള അമ്പലത്തിൻ്റെ അവിടെ തന്നെ കൊടുക്കാനുള്ളത്. നമ്മളാ കോട്ടേഴ്സ് ഇല്ലേ, കോട്ടേഴ്സിൽ അങ്ങനത്തെ പ്ലാസ്റ്റിക് മാത്രം എടുത്താൽ മതി. മറ്റേതേ ഓരോ ഓർഡർ കൺഫേം ആയിട്ടില്ല, നമ്മൾ കയറ്റാൻ പോയിക്കോളെ. ഞാൻ പോകും കേട്ടോ. അതായത് മറ്റേത് കൺഫേം ആയിട്ടില്ല, കുട്ടിപ്പാലക്കത്തത്. ഒരു ഇന്ന് രാവിലെ വിളിക്കാന്നുള്ളത് കേട്ടോ. ഞാൻ ഒന്ന് വിളിച്ചോട്ടെ, നിങ്ങളേതായാലും കേൾക്കാൻ പോയിക്കോളി.